ഞങ്ങൾ റെസിപ്പി കലീജ ലിവർ അത് ബീഫ് ആയെങ്കോ മട്ടൺ ആയെങ്കോ ನಾ ബീഫ് എടുത്തോ അത് നല്ലൊരു പെപ്പർ ഫ്രൈയും ಗೋಧಿ പിಡ್ರ പോലെ ಹಾಕಿರೋ അപ്പോൾ അതെങ്ങനെ സുലഭത്തിലാക്കറോ ಅಂತ ഞങ്ങൾ നോക്കാം. ലിവർ നല്ലൊരു ചോര ഇക്കറ അപ്പോൾ അത് ചോര പോകിത്ത് തെൽമഞ്ഞളുടെ പൊടി ഉപ്പും വിനേഗറും ഇട്ടിട്ട് ചന്ദനം അങ്ങ് കഴുകിയെടുക്കണം. വിനേഗർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ലിംബെ പുളിഞ്ഞും മെയ് അത് ചന്ത കഴുകിയെടുക്കണം. അതിൽ ചോരെല്ലാം പോയിരുന്നിട്ട് കൺഫേം ആക്കണം ഞങ്ങൾ ആക്രമൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് ഇക്കറ്. ഞങ്ങൾ ഹോട്ടലിലെല്ലാം പോയെങ്കിൽ നോൺ വെജ് തിന്നുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്മെൽ ഉണ്ടല്ലോ, അത് കറക്റ്റ് കഴുകാത്ത കൊണ്ട്. അപ്പോൾ അതുപോലെ അതിൽ തന്നെയും ഊറോ ಬೇಕணும். അതിൽ പിന്നെ അതുക്കുള്ള മിക്സ് ഞങ്ങൾ റെഡിയാക്കുക. അതിക്ക് ഒരു ഉള്ളി ഇങ്ങനെ റാൻഡം ഇത് കട്ടാക്കിയത്, അതിക്ക് തെല്ലി ഇഞ്ചി, ഒരു 5-6 വെള്ളുള്ളി, ഒരു 2 കായ്മുളക്, ഒരു 1.5 സ്പൂണ് മുളകുപൊടി, ഒരു 2 സ്പൂണ് കൊത്തമ്പരി പൊടി, ഒരു 3/4 സ്പൂണ് ഗരം മസാല പൊടി, ഒരു തെല്ല് മഞ്ഞളുടെ പൊടി, പിന്നെ 1 സ്പൂണിൻ്റെ അത്ര നല്ല മുളക് പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂൺ നല്ല മുളക് എടുത്തേമ്മി, പിന്നെ ഒരു 1/2 സ്പൂണിൻ്റെ അത്ര ബഡ്സൊപ്പ്, എത്ര അകത്യത്ത് വേണം അത്ര ഉപ്പ്, പിന്നെ ഒരു 2 സ്പൂണ് നാ തേങ്ങ എണ്ണ എടുത്തേ ഞങ്ങൾക്ക് ഏതെണ്ണ എടുത്തെങ്കും ആവും, പിന്നെ ഒരു 3-4 സ്പൂണിൻ്റെ അത്ര തന്നിയും ബീത്തിത്ത് ചെന്ത ഗട്ടി ഇത്തൊരു മുളക് പോലെ ഞങ്ങൾ അരച്ചെടുക്കണം. തന്നി ടൈപ്പ് ആവോ തീരാ. ഇതൊരു 1/2 കിലോ കലീജ, അതിക്ക് ഇതിൽ പാതി എടുക്കണം. ഞങ്ങൾ അരച്ചത്ര പാതി എടുത്തേ മേ, പിന്നെ ഞങ്ങൾ റോസ്റ്റ് ആക്കുമ്പോൾ പാതി ഇടണം. എടുത്തിട്ട് ഞങ്ങൾ കയ്യിൽ ചന്ത മിക്സ് ആക്കണം. ഇത് എല്ലാ സൈഡും കവർ ആവുന്ന പോലെ കയ്യിൽ ചന്ത മിക്സ് ആക്കണം. സ്പൂണിലാക്കിയെങ്കിൽ അത് അങ്ങനെ പിടിക്കില്ല. ഞങ്ങൾ ടൈം കൊണ്ടുണ്ടായെങ്കിൽ ഒരു 1/2 ಗಂಟೆ ರೆಸ್ಟ್ ಹಾಕೋ ಬೇಕணும். ಇಲ್ಲಾಂಟಾയെങ്കിൽ ಅಪ್ಪಮೇ ഞങ്ങൾ ആക്കോ സ്റ്റാർട്ട് ആക്കാം. ഞാൻ 1/2 ಗಂಟೆ ರೆಸ್ಟ್ ಹಾಕೋ വെച്ചിരുന്നേ. ഇപ്പോൾ ഒരു ഫ്രൈ പാനിക്ക് ഒരു 3-4 സ്പൂണ് എണ്ണ എടുത്തിട്ട് അതിക്ക് തെല്ല് കറിച്ചൊപ്പ് ഇടണം. അതിൽ പിന്നെ ഞങ്ങൾ എടുത്തോ കലീജോ ഇട്ടിട്ട് ഒരു 2 ನಿಮಿಷ ಚಂದ ಫ್ರೈ ಹಾಕೋಣ. ಅದರ ಕಲರ್ ಬದಲಾವಂತಲ್ಲ 2 ನಿಮಿಷ ಅದರ ಕಲರ್ ಬದಲಾವರು. എണ്ണ എടുക്കുമ്പോൾ ഞങ്ങൾ തേങ്ങ എണ്ണ എടുക്കാനായി നല്ലൊരു ഫ്ലേവർ ഇക്കറ്. ഇതങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാ സൺഫ്ലവർ ഓയിൽ എന്തും എടുക്കാം. ഇത് ഈ ടൈം ആകുമ്പോൾ ഉപ്പൊന്ന് ചെക്ക് ആക്കണം. കലീജത്തിൽ ഉപ്പുണ്ടാ ചെക്ക് ആക്കണം. ഇതിൽ മസാലയിൽ മാത്രമല്ല ഉപ്പുള്ളൂ. തെല്ല് ഉപ്പ് വേണുണ്ടായി തെല്ലിട്ട് കൊടുത്തേ മേ. ഇങ്ങനെ ആയ പിന്നെ ഇത് മുച്ച് വെച്ചിട്ട് ഒരു 5 ನಿಮಿಷത്തിൽ പിന്നെ നോക്കണം. വെച്ചാൽ ഇത് ഞാൻ തന്നി എന്തും ബീത്തിട്ടില്ല, അದ್ರ ಮೇಲೆ തന്നി ಬಿಡ್ರು. ഇപ്പോൾ 5 ನಿಮಿಷ ആകുമ്പോൾ തന്നി ಬಿಟ್ರು. ഒരു 20 ನಿಮಿಷ ഇതിങ്ങനെ ಬೇಬಾಟೋನು. ഒരു 5 ನಿಮಿಷ ಬಿಡುമ്പോൾ ഞങ്ങൾ നോക്കണം. ചെന്നെങ്കിൽ തന്നി ബത്തിത്ത് കറിയോ ಬಿಡೋ തീരാ. മീഡിയം ഫ്ലെയിമിൽ വെച്ചമ്മേ, ഹൈ സ്പീഡിൽ ಬೇಕೋ തീരാ. ഇതൊരു 10 ನಿಮಿಷ ಐತಿಪ್ಪ. ಅದರ ತನ್ನಿ ಬತ್ತಿರು ಬಟ್ ಇನ್ನೂ ಬೇವೋಗುಂಡು. അപ്പോൾ ഒരു 1/2 കപ്പ് തന്നി, 1/2 കപ്പ് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് തന്നി ഞങ്ങൾ ബീത്തിയമ്മി. കുക്കറിൽ വെച്ച് അടിച്ചെങ്കിൽ അത്ര ടേസ്റ്റ് ഇക്കില്ല. ഇങ്ങനെ ആക്കോ ട്രൈ ആക്കണം. തന്നി ബീത്തിത്തൊന്ന് മിക്സ് ആക്കിയ പിന്നെ ഇന്നൊരു 10 നിമിഷ അങ്ങനെ മെല്ലെ തീയിൽ ಬೇവ് വെച്ചമ്മി. അപ്പോൾ തന്നിയും ബത്തിറ് അത് ബെന്തുത്തും മിക്കറ് ഒരു 20 നിമിഷ ಬೇവട്ടിയമ്മി. ഇന്ന് ഞങ്ങൾ ഇതൊരു വേറൊരു എടുത്ത് ട്രാൻസ്ഫർ ആക്കാം. ഇതേ എടുത്തിൽ ഇന്ന് ഇത് ഞങ്ങൾ റോസ്റ്റ് ആക്കണം. മസാല ടേസ്റ്റ് ഒന്നും പോകേണ്ട ചെന്ന് ಬೇರೆ എടുക്കില്ല. അതിಗೆ ഒരു 2-3 സ്പൂണ് എണ്ണ ബീത്തണു. ഞാൻ തേങ്ങ എണ്ണ എടുത്തറേ. അതിക്ക് ഒരു തെല്ല് നൈസായിട്ട് കട്ടാക്കിയ തെല്ല് ഇഞ്ചി, ഒരു 4-5 അല്ലി വെള്ളുള്ളി, ഒരു 2 കായ്മുളക്, ഒരു തെല്ല് കറിച്ചൊപ്പ്. ഉണ്ടെങ്കിൽ തെല്ലായിരുന്നു നിങ്ങൾ എടുക്കുമ്പോൾ തെല്ലിയാറ് എടുക്കുക. എടുത്തിട്ട് ഒരു 1-2 നിമിഷ ചന്ത മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോൾ എത്ര സൈഡിലുള്ള മസാലയും അതിಗೆ ബടിച്ചിട്ടെടുക്കണം. അതിൽ പിന്നെ സപ്പൂറായിട്ട് മുറിച്ചോ ഒരു നീരുള്ളി, അത് അകത്തിയുള്ള ഉപ്പ് മാത്രമേ ചെന്നെങ്കിൽ കലീജത്തിലും ഞങ്ങൾ മസാലയെല്ലാം ഉപ്പുണ്ടോ. അപ്പം നീരുള്ളിക അകത്തിന്ന് ഉപ്പ് മാത്രം ഇട്ടേമേ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം. മിക്സ് ആകുമ്പോൾ ഇത് തെല്ലിയാറ ಬೇಬಾಟೋನು ನೀರುಳ್ಳಿ. അതിൽ പിന്നെ നുപെട്ടങ്ങ് എടുത്ത് വെച്ചോ മസാല പാതി എടുത്ത് വെച്ചിരുന്നല്ലേ അതും ഇട്ടിട്ട്
തീ മെല്ലെ ആക്കിയിട്ട് ഒരു 5-6 നിമിഷം ഇത് ചന്ത ഇങ്ങനെ ഫ്രൈ ആക്കണം. ಇದ್ರ ತನ್ನಿಯೆಲ್ಲ ಬತ್ತಿತ್ತು ಇದ್ರ ಕರ್ಪು ಕಲರ್ ಅವರು ಕರಿಯೋ ಬಿಡೋ ತೀರಾ ಚಂದ ಕೈ ಬಿಡ ಅಂಟೆ ಮಿಕ್ಸ್ ಹಾಕೋನು. ഒരു ഈ കളറായി ഈ കളറാകുമ്പോൾ ഒരു പാതി ലിംബെ ഞങ്ങൾ ഇതിക്ക് പൊലിഞ്ഞ് കൊടുക്കുന്നു. ലിംബിൽ തന്നില്ലണ്ടേ ഒരു ലിംബെ പുളിയാ ചമ്മ പുളിയാവോ തീരാ. അതിൽ പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ചോ ലിവർ എടുത്തിട്ട് ചന്ത മിക്സ് ആക്കാം. ഒരു 2 നിമിഷം ആക്കിയിട്ട് ഞങ്ങൾ മസാലയും ലിവറും ചന്ത മിക്സ് ആവണം. അങ്ങനെ എല്ലാ സൈഡും മിക്സ് ആക്കി കൊടുക്കുക. തീ മെല്ലാക്കി ಬೇಕணும் ഈ ടൈം ആകുമ്പോൾ ഇല്ല കരീറ്. ಅದಕ್ಕೆ ನಾನಿപ്പോൾ ഒരു 3-4 ಸ್ಪೂನ್ ಮಾತ್ರ ತನ್ನಿ ಬೀತಿರ. ಇದು ನಕ್ಕೊರು ಸೈಡ್ ಡಿಶ್ ಐತಿ ಯೂಸ್ ಹಾಕು ಎನ್ನ ಸಬೋಲು ನಂಗೆ ಮೈನ್ ಡಿಶ್ ಐತಿ ಯೂಸ್ ಹಾಕ್ರಿ. ನಂಗೆ ನೈಚೋರ್ಗೆಲ್ಲ ಯೂಸ್ ಹಾಕ್ರಿಂಗೆ ನಂಗೆ ತನ್ನಿ ಯಾರೇ ಬೀತಿತ್ತದೊರು ತಿಕ್ ಗ್ರೇವಿ ಪೊಲೆ ಹಾಕ ಕರಿ ಪೊಲೆ. ഇപ്പം നക്ക് സൈഡ് ഡിഷ് ആയിട്ട് ಬೇನಾയ ಸಬೋಲ್ ಮಾತ್ರ ನಾನು ഇങ്ങനെ ആക്കിരും. ഇത് ನಾನು പോലെറിട്ടു നക്ക് ಬೇರೆ കറി ഉണ്ട് ಅದಕ್ಕೆ ಸೈಡ್ ಡಿಶ್ ಹಾಕೋಕೆ ಮಾತ್ರ. ഇപ്പം ഞങ്ങൾ മെയിൻ ഡിഷ് ആക്കರೆಂಗೆ ഞങ്ങൾക്ക് തന്നി ആരംഭിച്ചിട്ട് തെല്ല് ലാസ്റ്റൊക്കെ തെല്ല് ഞങ്ങൾക്ക് നല്ല മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കൊത്തമ്പരി ചൊപ്പ് ഇട്ട് വെച്ചാൽ നക്ക് സ്പൈസി ലെവൽ കറക്റ്റ് ഉണ്ടോ. നിങ്ങൾ കാറ് ಯಾರು ಬೇನುಂಟಾയെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റൊക്കെ തെല്ല നല്ല ഫ്ലേവറും മിക്കറ് നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തേ മെയ്. ഇപ്പം ഞങ്ങൾ ലിവർ റെഡി ചെയ്യറ്. ഇപ്പം ഞങ്ങൾ ഗോതമ്പത്തോ എന്തൊരു ಗೋಧಿರ പോലെ റെഡിയാക്കുക. അത് ഞങ്ങൾ മൈദത്തെ പോലെ ആക്കിற പോലെമേ അത് ಅದ್ರ ಬದಲಿಗೆ ಗೋಧಿ ಇಟ್ಟದ್ದು ഞങ്ങൾ നോർമൽ ചപ്പാത്തി ആക്കോ ടൈം എന്നില്ലെങ്കിൽ ഇങ്ങനെ ആക്കിങ്കೈತೆ. ഞങ്ങൾ ചെറിയതിലെല്ല ഞങ്ങൾ ഒത്തു ಗೋಧಿ അരച്ചിട്ട് ഇങ്ങനെ പോലാക്കി ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റ്. ഇപ്പോൾ ആരും ആക്കില്ല ബിയായിരിക്കണാണ്. മൈദത്തെ പോലെ ഞാൻ ആക്കില്ല, അത്ര ഹെൽത്തി അല്ലല്ലേ. അപ്പം ഞങ്ങൾക്ക് ಗೋಧಿರ പോലെ ആക്കുന്നതിൽ പ്രോബ്ലം എന്തും ഇല്ല. ഞങ്ങൾക്ക് മക്കൾക്കും കൊടുക്കാം. ഞങ്ങൾക്കും ജാവുക ചോറിൻ്റെ ബദലിക്ക് വലിയ സൊറ എന്തും ഇല്ല, ചപ്പാത്തി ആക്കുന്ന അത്ര സൊറ ഇല്ല. അങ്ങനെ ആക്കിയെങ്കിൽ നല്ലോ. ಇದರ ಡೀಟೇಲ್ಸ್ ഒന്നും ഞാൻ ചിലരകത്തില്ല, എല്ലാവരും പിടിക്കൂ. ಗೋಧಿರ പൊടിಗೆ തന്നിയും ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പോലെ ബീത്തിര പോലെ ബീത്തിയെങ്കിൽ ഇട്ട് മാത്ര മറിച്ചിടണം അത്രമേ. ಬಟ್ ಈ പോലെ ಬೀತುമ്പോൾ ಕಾವೆಲ್ರ ಬೆಚ್ಚ ಬ್ಯಾಲೆನ್ಸ್ ಹಾಕೋಗು ತನ್ನಿ ಕೊಡ್ഞ്ഞോണ്ടിക്കണോ. ಎಣ್ಣೆ ಕಾವಲಿಕ್ಕೋಗಿ ತೀರಾ അപ്പോൾ ഇങ്ങനെ എന്താ സ്പ്രെഡ് ആക്കുകയാവില്ലേ, ഞങ്ങൾക്ക് പോലെ ബീത്തോകാവില്ലേ, അത് അവിടെ ഗെട്ടിയാവും. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ആയിത്തല്ലോ കലീജ പെപ്പർ ഫ്രൈയും ಗೋಧಿರ ಪಾಲಮ್ ರೆಡಿ ಇರು. ಎಲ್ಲರೂ ಟ್ರೈ ಹಾಕಿ ನೋಕೋರು. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್.